ആദ്യമായി ഈ കൃപാസനം അൾത്താരയിൽ, പവിത്രമായ അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ദേവകുമാരനും കൃപാസന മാതാവിനും ആയിരം നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ടെസ്ന ജോസഫ്. ഞാൻ എറണാകുളം ജില്ലയിലെ വടുതലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാനിപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ കാസർഗോഡിൽ ആയുർവേദ ഡോക്ടറായിട്ട് 1.5 വർഷമായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 3-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് സർവീസിൽ ആയുർവേദ ഡോക്ടറായിട്ട് പ്രവേശിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തോളമായി. ഞാൻ ഈ ആയുർവേദ മേഖല പൊതുവേ ഗവൺമെൻറ് സർവീസ് നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം മുമ്പൊന്നും അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. ഒരു സാധാരണ ക്രിസ്ത്യാനി ജീവിതമായിരുന്നു ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോവുക, സന്ധ്യാപ്രാർത്ഥന ചിലപ്പം മുടങ്ങാറുണ്ട്. അങ്ങനെ ഒരു സാധാരണമായിട്ടുള്ളൊരു ക്രിസ്ത്യാനി ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഈ ഒരു PSC എക്സാം വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് എന്നോട് ഒരു ബന്ധു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ ഈ 10 വർഷത്തോളം എൻ്റെ കഴിവിൽ വിശ്വസിച്ച് പ്രാർത്ഥന ഒരു സൈഡായിട്ട് കൊണ്ടുപോയിട്ട് വളരെ രാവും പകലും എന്നില്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കമൊളിച്ചൊക്കെ ഒത്തിരി PSC എക്സാമിന് വേണ്ടി, ഇൻ്റർവ്യൂവിന് വേണ്ടിയൊക്കെ ഒത്തിരി പ്രിപ്പയർ ചെയ്തു, പലതും അറ്റൻഡ് ചെയ്തു. എന്നാൽ ഒരു മെച്ചപ്പെട്ട ജോലിയൊന്നും എനിക്ക് ലഭിച്ചില്ല. പല ഗവൺമെൻറ് PSCയുടെ പല റാങ്ക് ലിസ്റ്റിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ഉടമ്പടിയിലെ നിബന്ധനകളെല്ലാം എനിക്ക് കറക്റ്റായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. ചിലതൊക്കെ മുടക്കം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു PSC എക്സാം വന്നു. അതിന് ഞാൻ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇരുന്നുകൊണ്ടിരുന്ന സമയത്ത് എക്സാമിന് ഒരു മാസം മുമ്പ് ഞാൻ പെട്ടെന്ന് തെന്നി വീഴുകയും എൻ്റെ വലത് ഷോൾഡറിൻ്റെ ലിഗമെൻറ്റിന് ഇഞ്ചുറി ഉണ്ടാകുകയും ചെയ്തു. കൈ അനക്കാൻ പറ്റാത്തതുപോലെയായി. അപ്പം ഞാൻ ഇങ്ങനെ ആ എക്സാം എനിക്ക് എഴുതാനേ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, മാതാവ് എനിക്ക് തന്നൊരു, ഞാൻ ഈ ഉടമ്പടിയിൽ കാണിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കാണിക്കുന്ന ഒരു അലംഭാവത്തിന് അതിൽ നിന്ന് മാറി ഉടമ്പടിയിലേക്ക് കൂടുതൽ ഉണർവോടെ വരുവാൻ വേണ്ടി മാതാവ് എനിക്കെന്നൊരു ഒരു വാണിംഗ് ആണ് എന്ന് കരുതി ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും കൂടുതൽ തീക്ഷ്ണതയോടെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് പാലിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 2-3 പുതുക്കലിന് ശേഷം 2024 ഫെബ്രുവരി 27-ാം തീയതി കേരള PSCയുടെ ആയുർവേദ മെഡിക്കൽ ഓഫീസറിൻ്റെ എക്സാം നടക്കുകയുണ്ടായി. ആ എക്സാമിന് ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്ന് തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷേ ആ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ തന്നെ വേറൊരു നാഷണൽ ആയുഷ് മിഷൻ്റെ എല്ലാ ജില്ലകളും കേരളത്തിൽ ഇത്രയും കോമ്പറ്റീഷൻ നിലനിൽക്കുന്ന ഒരു ഫീൽഡിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ എല്ലാ ജില്ലകളിലും കുറേ അധികം വേക്കൻസിക്ക് ഒരു എക്സാം വിളിച്ചിട്ട് ഞാനത് അറിയാണ്ട് പോയി. ഈ PSCക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിപ്രഷനായി. അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ആ എക്സാം ഹോളിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് എന്താണെന്നറിയത്തില്ല, പക്ഷേ ബബിൾ ചെയ്യുന്നുണ്ടായിരുന്നു, ആൻസർ ഷീറ്റ് ബബിൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ, മാതാവിൻ്റെ ഒരു എൻ്റെ കഴിവല്ല, മാതാവിൻ്റെ ഒരു ശക്തമായിട്ടുള്ള ആരോ എൻ്റെ കൂടെ ഉണ്ട്, ഞാനല്ല ചെയ്യുന്നെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് തോന്നിയിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ഒക്കെ ആ സമയത്ത് തോന്നിയെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഇത് മാതാവിൽ, എൻ്റെ കഴിവിൽ നിന്ന് മാറി മാതാവിൽ പൂർണ്ണമായിട്ടും ശരണപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണെന്ന് ഞാൻ കരുതി. എനിക്കിത് കിട്ടും എന്ന് എന്താ എഴുതിയെന്ന് പോലും ഞാൻ പിന്നെ ഇതൊന്നും നോക്കിയില്ല, ആൻസർ ഷീറ്റൊന്നും നോക്കിയില്ല. എനിക്ക് കിട്ടുമെന്ന് മാതാവാണ് എനിക്ക് തരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച്
ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ്ട് 15,000-ഓളം പേര് നല്ല രീതിയിൽ പഠിച്ച്, എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നവർ. അപ്പോൾ ആ ഒരു 15,000 പേരോളം എഴുതിയ എക്സാമിൽ 85ാമത്തെ റാങ്ക് എനിക്ക് ലഭിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റാങ്ക് ലഭിച്ചെങ്കിൽ നിയമനം ഒന്നും ആയില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ വളരെ നിരാശപ്പെട്ട് എന്ത് ചെയ്യണം, വേറെ ഫീൽഡിലേക്ക് പോകണോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നു. ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര നിരാശ തോന്നിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു, ഒറ്റയ്ക്ക് വന്നു. എന്നിട്ട് എനിക്ക് ഉള്ളിലൊരു അങ്ങനെ ഒരു പ്രേരണ തോന്നി. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി, എൻ്റെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ, വിഷമങ്ങളും ഒക്കെ എഴുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന, ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ഫാദർ എന്താണെന്നറിയത്തില്ല, യാദൃശ്ചികമായിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ വേറെ ഫീൽഡിലൊന്നും പോകണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയും വേറൊരു ഓപ്ഷനില്ല, ഈ PSC നാമിൻ്റെത് ഞാൻ അറിഞ്ഞില്ല, പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അച്ഛൻ എൻ്റെ തലയിൽ കവിച്ചിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞു, നീ വേറൊരു ഫീൽഡിലും പോകണ്ട, ഈ ഫീൽഡിൽ തന്നെ നിനക്ക് നല്ലൊരു ജോലി കിട്ടും എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പോയി. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കാസർഗോഡ് ഒറ്റ ഒരു വേക്കൻസിക്ക് വേണ്ടി ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്യാതെയാണ് ആ എക്സാമിന് പോയത്. ചുമ്മാ തലേ ദിവസം ട്രെയിൻ കയറി അങ്ങ് പോയി. അവിടെ ചെന്നു ആ എക്സാം എഴുതി. ഓരോ എക്സാമിനും ഞാൻ ഉടമ്പടി, കാശുരൂപവും ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്, പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഏകദേശം 300 പേരോളം എഴുതിയ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് തന്നെ റിട്ടേൺ എക്സാമിന് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂവിനാണെങ്കിൽ എല്ലാവർക്കും ഒറ്റ വേക്കൻസി ഉള്ളൂ. ഇതിന് കുറച്ച് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ആ ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്നവർക്കൊക്കെ കാസർഗോഡ് അതിൻ്റെ ഏരിയയിലുള്ള ആർക്കെങ്കിലും ഈ ജോലി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവിടെയും ഒരാൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചു, എനിക്ക് തരണം എന്ന്. അവിടെ വാക്ക് തർക്കം പോലെ നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് അത് ആലപ്പുഴയുള്ള ഒരാളായിരുന്നു എന്ന്. കാരണം അവിടെ അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. ആ ബാധിച്ച ആൾ ആലപ്പുഴയുള്ളവർ, മാതാവിൻ്റെ ഒരു ഇടപെടലായിട്ട് ഞാൻ അതിനെ കാണുന്നു. പിന്നെ ആ ഇൻ്റർവ്യൂവിനും എനിക്ക് ഫസ്റ്റ് മാർക്ക് തന്നെ കിട്ടി. ആ ഒരു പോസ്റ്റ് എനിക്ക് തന്നെ ലഭിച്ചു. ഞാനിപ്പം 2025 ജാനുവരി 13 അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോൾ 1.5 വർഷത്തോളമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അത് മാതാവ് എൻ്റെ ജീവിതത്തിൽ അതിശക്തമായിട്ട് എന്നെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ എനിക്കുണ്ടായൊരു രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ 2 ഓവറിയിലും എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്നാണ് പറയുക, ആ സിസ്റ്റുകളുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് സാധാരണ ഇങ്ങനെയുള്ളവർക്ക് നല്ല ലക്ഷണങ്ങൾ, ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്നു. എനിക്ക് യാതൊരു ലക്ഷണവും, ശരീരം നന്നായിട്ട് മെലിയുന്നുണ്ടായിരുന്നു, വേറെ യാതൊരു ലക്ഷണവും ഇല്ല. ഒരു ദിവസം ഭയങ്കര അക്യൂട്ടായുള്ളൊരു പെയിൻ വന്നിട്ട് പോയി സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് 2 ഓവറിൽ നല്ല വലുപ്പമുള്ള സിസ്റ്റുകളായിരുന്നു. അപ്പം ആ സിസ്റ്റ് എന്തായാലും അപ്പം കണ്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. പക്ഷേ ആ സിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എത്ര സർജറി ചെയ്താലും എത്ര സർജറി ചെയ്താലും ഒരു 80% അത് എപ്പോഴും റെക്കറൻസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളൊരു സിസ്റ്റമാണ്, എത്ര സർജറി ചെയ്താലും. പക്ഷേ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച തൈലം എൻ്റെ കയ്യിൽ തന്നിട്ട് അത് വയറിൽ ആ ഭാഗത്ത് തടവി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. അതുപോലെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴും സായാഹ്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും മറ്റ് പ്രാർത്ഥനാവസരങ്ങളിലുമൊക്കെ ഉടമ്പടി തൈലം അവിടെ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതിനുശേഷം കൃപാസന മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി. അതിനുശേഷം എനിക്ക് ആ അസുഖത്തിൻ്റെതായ എത്രയോ വർഷങ്ങളായി, 2020 മറ്റോ കണ്ടുപിടിക്കപ്പെട്ടതാണ്. അത് നോർമലി അതിൻ്റെ ഇതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത സിസ്റ്റം ഉണ്ടായി വരികയാണ്. ഇതുവരെ എനിക്ക് അതിൻ്റെതായ യാതൊരു ലക്ഷണവും ഇല്ല. മാതാവ് എന്നെ പൂർണ്ണമായിട്ടും തൊട്ട് സുഖപ്പെടുത്തി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, എറണാകുളത്തായിരുന്നപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡ് സന്ദർശിച്ച് അവിടെയുള്ളവർക്ക് കൃപാസനം പത്രം വിതരണം ചെയ്യുകയും
മാതാവ് എനിക്ക് കാരണം 10 വർഷത്തോളമായിട്ട് എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു. അത് ഇവിടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ അവരുടെ വിവരിച്ചു കൊടുത്ത് അവരെയൊക്കെ ആശ്വസിപ്പിച്ചു, പത്രം വിതരണം ചെയ്തു. പിന്നെ കാസർഗോഡാണെങ്കിൽ കന്നഡയിലും മലയാളത്തിലുള്ള പത്രം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒക്കെ നടന്ന് വിതരണം ചെയ്ത് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ആളുകൾക്ക് കൃപാസനം മാതാവിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്ത് സ്ഥലവും എല്ലാം പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെ മാതാവിലേക്ക് ആൾക്കാരെ എത്തിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പല സംഘടനകളിലും ഈ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഭാഗഭാക്കാകാറുണ്ട്. പിന്നെ നമ്മുടെ കാസർഗോഡാണെങ്കിലും നമ്മൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം അവിടെ രോഗികളെ സന്ദർശിക്കുമ്പോൾ അവരെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം അവർക്ക് ആശ്വാസം തരുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും, അതുപോലെ ഡ്രസ്സിങ്ങിനും ഭക്ഷണത്തിനും ഒക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് ഡ്രസ്സിങ്ങിൻ്റെയൊക്കെ കിറ്റ് മേടിക്കാനുള്ള എമൗണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ഭക്ഷണ കിറ്റ് വിതരണം അതിനുള്ള എമൗണ്ട്, അങ്ങനെയുള്ള അതിനുള്ളൊക്കെ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് അതിഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം സംഭവിച്ചത്. നേരത്തെ ഞാനൊരു സാധാരണ നോർമൽ രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ 6 മാസം കൂടുമ്പോഴൊക്കെ ആയിരുന്നു കുമ്പസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, മാക്സിമം പോയാൽ 1 മാസം. അങ്ങനെ കുമ്പസാരിക്കാൻ തുടങ്ങി, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ബൈബിൾ വായന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങൾ മുടങ്ങാതെ കേൾക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു, ആത്മീയ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായത്. എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും നാളും ഉടമ്പടിയിൽ പോകാൻ മാതാവ് എന്നെ പ്രത്യേകം കൈപിടിച്ച് ഇവിടോട്ട് കൊണ്ടുവരണം, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാതാവ് എന്നെ എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാതെ അങ്ങനെ തന്നെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും കാലം ഉടമ്പടിയുടെ ജീവിതത്തിൽ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവസാക്ഷി ഇവിടെ നിർത്തും. സങ്കീർത്തനങ്ങൾ 37, 23, 24 തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ടെസ്ന ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മ മാതാവും ഈശോയും നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. ഏറ്റവും പ്രത്യേകതയുള്ളത് നാം ഉടമ്പടിയിൽ ഒരു നിയോഗം വയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങൾ ഉള്ളവരായിരിക്കും, പലവിധ സാധ്യതകൾ കാണുന്നവരായിരിക്കും. എന്നാൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അമ്മ മാതാവും ഈശോയും നമുക്ക് വേണ്ടി സുനിശ്ചിതമായ സുരക്ഷിതമായ ദീർഘകാലം നിലനിൽക്കുന്ന വഴികളും പദ്ധതികളും ഒരുക്കിത്തരുന്നത് അനുഭവമായി തീരുന്നത്. പല വിധത്തിലെ ജോലികൾ നമ്മുടെ കൺമുൻപിലുള്ളപ്പോഴും നമുക്ക് വേണ്ടിയുള്ളത് അമ്മ കണ്ടെത്തി അത് ക്രമീകരിച്ച് അതിലേക്ക് നമ്മളെ നയിക്കും വിധം നമ്മുടെ ജീവിതത്തെ എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം ആ ഉടമ്പടിയോടുള്ള വിശ്വസ്തത കൈവിടാതെ ദൈവേഷ്ടം നിറവേറുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക എന്നത് മാത്രമാണ്. നമുക്ക് ജോലിയെക്കുറിച്ച് പറയാം, ഇന്നതുപോലത്തെ ജോലി എന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട്, നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്. നാം ഒന്ന് പുറമേ കാണുമ്പോൾ അതിനപ്പുറമുള്ളത് എന്തെന്ന് നാം അറിയുന്നുമില്ല. അതുകൊണ്ട് നിയോഗം ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട് അതെങ്ങനെയാണോ നിവർത്തിതമാകേണ്ടത്, ആ നിവർത്തിതമാകേണ്ട വഴികളും സാഹചര്യങ്ങളും അത് ദൈവേഷ്ടത്തിന് സമർപ്പിക്കുന്നതാണ് ഉടമ്പടി എപ്പോഴും വേഗത്തിലും നന്നായും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് കാരണമാവുക. മകള് തൻ്റെ ജോലി സംബന്ധിച്ച് അവൾ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നല്ല പരിശ്രമം നടത്തുന്നുമുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങൾ പലതും പാഴാകുമ്പോൾ
അമ്മ മാതാവും ഈശോയും ഉടമ്പടി പ്രകാരം മകൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ഒരു ജോലിയുണ്ട്. ആ ജോലിയിലേക്ക് മകളെ നയിക്കുന്നതും അത് തടസ്സങ്ങൾ ബാഹ്യമായേറെ ഉള്ളപ്പോഴും ആ തടസ്സങ്ങളൊക്കെ അമ്മ മാതാവും ഈശോയും തന്നെ മാറ്റിക്കൊണ്ട് ദൂതനെ പോലെ ഒരു വ്യക്തിയെ ഉറപ്പിച്ചു നിർത്തി ആ ലഭിക്കേണ്ട ജോലിക്ക് വേണ്ടി, അമ്മ ആഗ്രഹിക്കുന്ന ജോലിക്ക് വേണ്ടി മകളെ സുസ്ഥിരമാക്കി അതിലേക്ക് എത്തിച്ചേർത്തതിനെയാണ് ഈ സാക്ഷ്യത്തിന് മകൾ പങ്കുവെക്കുന്നത്. മകൾ 1-2 പരീക്ഷകൾ മറ്റൊന്ന് എഴുതി ജോലി കിട്ടുമെന്ന് ആഗ്രഹിച്ചു. അതൊക്കെ പരാജയപ്പെടുന്നുണ്ട്. ഉടമ്പടി ഇല്ലാതെ 10 വർഷത്തോളം ജീവിച്ച് കടുവിൽ പരിശ്രമിച്ചു. അതെല്ലാം പരാജയപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ഉടമ്പടിയിൽ ദൈവേഷ്ടത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു സാധ്യത പോലും ഇല്ലാത്തിടത്ത് ഒരേ ഒരു ഒഴിവും 300-ലേറെ പേർ പരീക്ഷ എഴുതുമ്പോൾ അതിൽ ആ ഒഴിവ് തന്നെ മാത്രം അതിലേക്ക് നിയോഗിക്കുന്ന വിധത്തിൽ അമ്മ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗമാണെങ്കിൽ അതിൽ പൂർണ്ണമായി അമ്മ ഏറ്റെടുക്കുന്നുവെന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ സംശയം മാറി നിയോഗത്തെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അതിന് നമുക്ക് അമ്മ ഫലമൊരുക്കി തരും. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും ഉണ്ടാവണം, നമുക്ക് നിയോഗമാവാം, അത് നിവർത്തിതമാകേണ്ടത് അമ്മയാവണം. അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആ നിയോഗത്തെ വിട്ടുകൊടുക്കണം. നാം കാണാത്തത്, നമുക്ക് തുറക്കാനാവാത്തത്, നാം ആ നാളുകളിൽ നിയോഗം വയ്ക്കുമ്പോൾ നമ്മുടെ കൺമുൻപിൽ ഇല്ലാത്തത് അമ്മ നമുക്ക് വേണ്ടി കണ്ടു തുറന്ന് തെളിച്ചു തരികയും നമ്മളെ നയിക്കുകയും നമുക്കൊരു പക്ഷേ സാധ്യത കുറവെന്ന് നാം തിരിച്ചറിയുമ്പോഴും നമുക്ക് വേണ്ടി പുതിയ സാധ്യതകൾ അതിലൊരുക്കി തന്നുകൊണ്ട് നമ്മളെ സുസ്ഥിരരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടി അസാധ്യ കാര്യങ്ങൾ നമുക്കായി നേടിത്തരുന്ന പദ്ധതിയാണ്. ഉടമ്പടി എല്ലാവരും എതിര് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം കൂടെ നിന്ന് വിജയമൊരുക്കുന്ന ജീവിതമാണ്. ഉടമ്പടി ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ദൈവം കൂടെയുണ്ടെന്ന് നമുക്ക് മറുപടി തരുന്ന ജീവിതക്രമമാണ്. അമ്മയുടെ കരങ്ങളിൽ ജീവിത വിഷയങ്ങളെ ഏൽപ്പിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിനും ആത്മീയ ജീവിത വളർച്ചയ്ക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.